ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്കൊന്ന് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണേ. അവിടെ ടാസ്ക് നമ്പർ അത് ഇന്നത്തെ ടാസ്കിൻ്റെ ഫസ്റ്റ് ഘട്ടം തീർന്നിരിക്കുകയാണ്. അതിൽ ആര്യൻ കള്ളക്കളി എടുത്തു എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. ആര്യനാണെങ്കിൽ അതിലേക്ക് ഒരു ബേൺ കാർഡ് കിട്ടി, കോയിൻ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അല്ലേ, സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ബേൺ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പോയിൻറ്റും കൂടി അതിൽ കൂടെ ഇല്ലാതെയാവും ബേൺ കാർഡ്. അപ്പോൾ ആര്യന് പേടിയായി. അതിൻ്റെ കളർ എന്താ ചോദിച്ചപ്പോൾ യെല്ലോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആരിൻ്റെ കയ്യിൽ കുറേ യെല്ലോ കളർ, ഒരു ഗോൾഡൻ കളർ കാർഡുകൾ കുറേ ഉണ്ട്. അപ്പോൾ ആര് വിചാരിച്ചു ഇതൊക്കെ എന്താണ് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബേൺ കാർഡ് ആവും, ബാക്കി കിട്ടിയതും കൂടി പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് ആര് 3 കാർഡ് എടുത്ത് പൊക്കി വെച്ചു, പോക്കറ്റിനുള്ളിലേക്ക് വെച്ചു. അത് പതുക്കെ സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പണി തന്നെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആര് എന്ത് ചെയ്തു, ആ കാർഡ് പോക്കറ്റിലേക്ക് വെച്ചു. അത് ശരിക്കും വായിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ബിഗ് ബോസ് പിടിച്ചു. കള്ളക്കളി എന്നോട് വേണ്ട, അത് എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ആര്യൻ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തു. എന്നിട്ട് ഉരച്ച് നോക്കിയപ്പോൾ ഉരുളൻകിഴങ്ങ് തിന്നാൻ പാടില്ല, വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇതാണ് അവനെ പണി കിട്ടിയത്. അപ്പോൾ ഈ 3 കാർഡും ആരും പുറത്തേക്ക് എടുത്ത് കള്ളക്കളി ചെയ്തു എന്ന് പറഞ്ഞ് അനീഷ് പറഞ്ഞു ഇത്രയും പോയിന്റ് റദ്ദാക്കണം, ഞങ്ങളെല്ലാവരും ഫെയറായി കളിക്കണം, ഞങ്ങൾ ബിഗ് ബോസ് പറയുമ്പോൾ മാത്രമാണ് സ്ക്രാച്ച് ചെയ്തത്, ഞങ്ങൾക്ക് പണി കിട്ടിയാലും അല്ലെങ്കിൽ ബേൺ കാർഡ് കിട്ടിയാലും പോയിന്റ് കിട്ടിയാലും ഞങ്ങൾക്ക് ഒന്നാണ്. ഇത് 3 തരത്തിലാണ് കാർഡുള്ളത്: ബേൺ കാർഡ്, പണി കിട്ടൽ, അല്ലെങ്കിൽ പോയിന്റ് വേസ് എന്ന് വെച്ചാൽ 2 പോയിൻറ്റോ 1 പോയിൻറ്റോ അങ്ങനെയാണ് കാർഡുകളിലുള്ളത്. ഇവർ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന കാർഡുകളാണ്. അങ്ങനെ ഷാനവാസ് പറയുന്നു അത് അൺഫെയർ കളിയാണെന്ന് പറയുന്നു. അങ്ങനെ ആകെ പ്രശ്നങ്ങളാകുന്നു. ഇത് സാബുമാൻ പറയുന്നു ഞങ്ങൾ എന്ത് നടപടി എടുക്കും, അതുകൊണ്ട് എന്ത് ശിക്ഷയാണ് ബിഗ് ബോസ് കൊടുക്കുന്നത്, ആരിന് ഒരു പ്രിവിലേജും ഇല്ല അവിടെ, അതുകൊണ്ട് എന്തെങ്കിലും എടുത്തേ പറ്റൂ എന്നൊക്കെ സാബുമാൻ പറയുന്നു. വീട് മുഴുവൻ ഇളകുന്നു. അനുമോളൊന്നും മിണ്ടുന്നില്ല, കാരണം അനുമോളും ഇത് ഇളക്കി ചുരുണ്ടി നോക്കിയിട്ടുണ്ട് എന്ന് ആരും പറയുന്നുണ്ട്. നമ്മളാരും കണ്ടിട്ടില്ല, ആരും പറയുന്നുണ്ട്. അങ്ങനെ ആരും പറയുന്നു എന്നെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്? അനീഷിനോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഒരാളുടെ കൈ വിരൽ കടിച്ചു മുറിച്ചില്ലേ, അത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസ് ഇയാൾക്ക് ശ്വാസം കിട്ടാത്ത രീതിയിൽ ഒരു ഗെയിമിൽ, ഇപ്പോഴൊന്നുമല്ല ആദ്യം ഒരു ഗെയിമിൽ ശ്വാസം കിട്ടാത്ത രീതിയിൽ വായും മൂക്കും പൊത്തിപ്പിടിച്ചപ്പോൾ ഇയാൾ ആ കൈ കടിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഷാനവാസ് കുറേ നാൾ വിഷമിച്ച് നടന്നിരുന്നു, കൈയൊക്കെ ചുറ്റി വെച്ച് നടന്നിരുന്നു, അങ്ങനെ ചെയ്തു. പിന്നെ നൂറ് ആതിരേനെ നോക്കി പറയുന്നു നിങ്ങൾ മോഷ്ടിച്ചില്ലേ, ഇന്നലെ പാവം മോഷ്ടിച്ചില്ലേ, അപ്പോൾ നിങ്ങളും കള്ളികളല്ലേ, അപ്പോൾ ഞാനിന്ന് കള്ളത്തരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് എന്നെ മാത്രം പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അത് ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു, പാവം മോഷ്ടിക്കാമെന്നത്, ഇത് ലൂപ്പ് ഹോളല്ല, ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടിരിക്കണം സ്ക്രാച്ച് ചെയ്യണമെന്ന് നിങ്ങളുടെ കാർഡുകൾ മുഴുവൻ, അപ്പം നീ കള്ളത്തരം ചെയ്തതാണ് എന്ന് പറയുന്നു. പിന്നെ നൂറ പറയുന്നുണ്ട് എന്നോട് എന്തിനാ പറയുന്നത്, ഞാനൊരു ഒറ്റ ആളുടെ പാവം മോഷ്ടിച്ചിട്ടില്ല, എനിക്ക് ആ കൂടി 4 പാവം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അല്ലാതെ ഒരാളുടെ പാവം മോഷ്ടിച്ചിട്ടില്ല. അപ്പോൾ നിനക്കറിയാം ആരാ മോഷ്ടിച്ചത്? എനിക്കറിയില്ല, എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയുള്ളൂ എന്ന് നൂറ പറഞ്ഞു. നൂറയ്ക്ക് അറിയാം ആതിരയാണ് മോഷ്ടിച്ചിരിക്കുന്നത്, പക്ഷേ നൂറ അത് പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ആര്യനത് ചെയ്തത് ഒരു ഗെയിം സ്പിരിറ്റിൽ എടുത്താൽ മതി. കാരണം ആര് നല്ല പോയിന്റ് നേടുന്നൊരു ചെക്കനാണ്. അപ്പോൾ ഇത്രയും പോയിന്റ് കിട്ടുമ്പോൾ ഒരു ബേൺ കാർഡ് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റ അടിക്ക് എല്ലാ പോയിന്റും ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും. ആ സമയത്ത് ആ സമയത്ത് ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം കളിച്ചതാണ് ശരിക്കും. അതിലേക്ക് അങ്ങനെ കിട്ടിയെന്ന് കണ്ടപ്പോൾ ആര്യൻ്റെ നോക്കി നോക്കി അത് പതുക്കെ ചുരണ്ടി നോക്കിയപ്പോൾ പണിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയും പോയിന്റിനെ എടുത്തിട്ട് ആര്യന് കിട്ടിയിരിക്കുന്നത് എത്രയാണ്, 20 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആദ്യം 16 എന്ന് പറഞ്ഞു, പിന്നെ ഒളിപ്പിച്ച് വെച്ചതൊക്കെ എടുത്ത് നോക്കിയപ്പോൾ 20 പോയിന്റ്. അപ്പോൾ 20 പോയിന്റ് അങ്ങനെ ഇവിടെ ഇല്ലാണ്ടാക്കിയ ആര്യനാണ് ഇപ്പോൾ ഫസ്റ്റ് നിൽക്കുന്നത്. ആ ഫസ്റ്റിൽ നിന്ന് ഏറ്റവും ലാസ്റ്റിലേക്ക് പോവും, എല്ലാവരും കൂടി അവനെ ഇതാക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആര്യൻ ചെയ്തത് ശരിയാണ്. ബേൺ കാർഡ് ഇതിപ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നതാണ്, ഒരാളുടെ കളി കൊണ്ട് രക്ഷപ്പെടുന്നതല്ല. കളി കൊണ്ട് ആര്യൻ നല്ല ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് ഒരു ഭാഗ്യദോഷം കൊണ്ട് അത് താഴേക്ക് എടുത്തിടാൻ അവൻ തയ്യാറല്ല. അതുകൊണ്ട് അവൻ ചെറിയൊരു കള്ളക്കളി ചെയ്തു. കള്ളക്കളിയൊന്നുമല്ല, അവനത് പതുക്കെ ചുരണ്ടി നോക്കിയപ്പോൾ അവന് പറ്റിയാത്ത കാർഡാന്ന് അറിഞ്ഞപ്പോൾ അവനെടുത്ത കാർഡ് തന്നെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചു. ആ കാർഡിൻ്റെ പോയിന്റ് ഞങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചിട്ട്. അതിന് പോയിന്റുള്ള കാർഡും ഉണ്ടായിരുന്നു, പണിയുള്ള കാർഡും ഉണ്ടായിരുന്നു. പക്ഷെ അവനത് യെല്ലോ കാർഡ് കണ്ടപ്പോൾ അവന് പേടിയായി, ഈ ഗോൾഡൻ കാർഡ്, അതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ആരും ചെയ്തത് അത്ര തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ കളിയുടെ ഇതിൽ അൺഫെയർ ആയിട്ടാണ് കളിച്ചത് എന്ന് മാത്രം.